ഹായ്, ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷയുടെയൊക്കെ തീയതിയും എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി PSC കലണ്ടർ വന്നിട്ടുള്ളതാണ്. 4 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നതെന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും ഈ 4 ഘട്ട പരീക്ഷകൾ നടക്കുന്നുണ്ടാവും അല്ലേ. നമ്മുടെ ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള, സ്റ്റോർ കീപ്പർ പോലെയുള്ള, എന്താ പറയുക, അതുപോലെ ഒത്തിരി പ്യൂൺ ലെവലിലുള്ള പോസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള വിവിധങ്ങളായ പോസ്റ്റുകളിലേക്കുള്ള 10th ലെവൽ പ്രിലിംസ് പരീക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എക്സാം ഡേറ്റും ഡിസംബറിലെ കലണ്ടർ വന്നിട്ടുണ്ട്, ജനുവരിയിലെ കലണ്ടർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും ഡിസംബറിൽ ഫസ്റ്റ് ഫേസ് സ്റ്റേജും സെക്കൻഡും തേർഡും ജനുവരിയിലുമാണ്. ഫോർത്ത് സ്റ്റേജ് ഫെബ്രുവരി മാസത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കുന്നത് സ്റ്റേജ് 1 28/12/2024 സാറ്റർഡേ 28-ാം തീയതിയാണ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേനും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 11/1/2025 ജനുവരി മാസത്തിലാണ് സെക്കൻഡ് സ്റ്റേജ് നടക്കുന്നത്. തേർഡ് സ്റ്റേജ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25/1/2025 അതായത് ജനുവരി 25 2025 ജനുവരി 25 തേർഡ് സ്റ്റേജ് നടക്കുന്നത്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫെബ്രുവരിയിലായിരിക്കും. അപ്പോൾ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു. അടുത്ത മെയിൻസിലേക്ക്, അത് ക്വാളിഫൈ ആവുന്ന ആൾക്കാർ മെയിൻസിലേക്ക് എന്ത് ചെയ്യും. അപ്പോൾ ഈ 10th ക്വാളിഫിക്കേഷനുള്ള പ്രിലിംസ് കഴിഞ്ഞു. പ്രിലിംസ് നമുക്ക് വേണ്ടതുപോലെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫേസ് നടക്കുന്നത് ഡിസംബർ 28 എന്തായാലും നമുക്ക് ഒരു മാസത്തിന് മുകളിൽ സമയം അതിനകത്ത് അവൈലബിൾ ആണ് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് ആ പ്രിലിംസ് നേടിയെടുക്കാൻ പറ്റും. ഒത്തിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമുക്ക് സിലബസ് അറിയാം, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10th പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം എന്താ അടുത്ത എക്സാം ഇനി എന്നായിരിക്കും വരുന്നുണ്ടാവുക? അടുത്ത LDC ഇനി എന്നായിരിക്കും വരുന്നുണ്ടാവുക? അടുത്ത LGS എന്നായിരിക്കും വരുന്നുണ്ടാവുക? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരും, ഓക്കെ. പക്ഷേ നമുക്ക് ഈ 10th ലെവൽ എഴുതുന്ന എല്ലാ ആൾക്കാർക്കും സെക്രട്ടറി അസിസ്റ്റന്റിലേക്ക് പോകാൻ പറ്റുമെന്ന് വരുന്നില്ല. ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു നല്ലൊരു ചാൻസ് എന്ന് പറയുന്നത് RRBയുടെ ഗ്രൂപ്പ് D പരീക്ഷകളാണ് കേട്ടോ. RRBയുടെ ഗ്രൂപ്പ് D പരീക്ഷകളാണ് നിങ്ങൾക്ക്. അത് റെയിൽവേയുടെ ഗ്രൂപ്പ് D പോസ്റ്റ്. അപ്പോൾ ഗ്രൂപ്പ് D പോസ്റ്റ് ഞാനെടുത്ത് പറയാൻ കാരണം അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ നമുക്ക് പണ്ടൊക്കെ ഗ്രൂപ്പ് D പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് D പോസ്റ്റ് ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, പരീക്ഷ എഴുതാൻ പോകാൻ വയ്യ അല്ലേ, അത് വെറുതെ എന്തിനാണ് ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവിടെയാണ് നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഗ്രൂപ്പ് D പോസ്റ്റുകളിൽ ഫിസിക്കലായിട്ട് നമുക്ക് പുറമെ ഔട്ട്ഡോർ വർക്കും ഉണ്ട്, ഇൻഡോർ വർക്കും ഉണ്ട്, കുറച്ച് ഫിസിക്കലായിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് നല്ല പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചൂസ് ചെയ്യാൻ പറ്റും ഏത് പോസ്റ്റാണ്. അതിലിപ്പോൾ ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുണ്ട്, അതുപോലെ സ്റ്റോർ കീപ്പർ എന്ന് സ്റ്റോറിൻ്റെ ഇതായിട്ട് വരുന്ന ഒരു പോസ്റ്റുണ്ട്, സ്റ്റോർ റിപ്പോർട്ടിനകത്ത് വരുന്ന എന്താ പറയുക അസിസ്റ്റൻറ്റ് പോസ്റ്റുണ്ട്. ഇതിനൊന്നും അധികം ഫിസിക്കലോ നമ്മൾ പുറത്ത് പോയി എന്താ പറയുക കിലോമീറ്ററോളം നടന്നു പോകേണ്ട. അത് പിന്നെ ട്രാക്ക്മാൻ പോലുള്ള എന്താ പറയുക പോസ്റ്റ്, ആ ഗേറ്റ് കീപ്പർ പോലുള്ള പോസ്റ്റാണ്, ഒറ്റയ്ക്കുള്ള ഗേറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി പോയി ഇരിക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കുമ്പോഴത്തേനും ഈ ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ്, ഹെൽപ്പർ പോസ്റ്റാണ്. അത് ഇൻഡോർ ആണ്, പുറമേ ഒന്നും ഒരു വർക്കും ഇല്ല. ഇവിടെ ആ റെയിൽവേ ഹോസ്പിറ്റൽസിൽ വരുന്ന ഈ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുന്നിക്കെട്ടാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ ഉള്ളതല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഇപ്പോൾ വൗണ്ട് ക്ലിയർ ചെയ്യാനും അത് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ആ ഒരു ഓഫീസിലെ കാര്യങ്ങൾ അടുക്കി പറക്കി വയ്ക്കുക, അവർക്ക് ഫുഡ് ഐറ്റംസ് സമയത്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഹെൽപ്പിംഗ് പോസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ് അതിൽ വരുന്നത് അല്ലേ. എന്തായാലും മിനിമം ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ സാലറി സ്കെയിൽ നമുക്ക് വരുന്നത്. അത് 18-19 നമുക്ക് ബേസിക് പേ പറയുന്നെങ്കിലും അലവൻസ് എല്ലാം ചേർത്ത് നമുക്ക് എന്തായിരിക്കും ഏകദേശം 30,000 മുകളിൽ സാലറി വരുന്ന ഒരു പോസ്റ്റാണ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് Dയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 8th പേ സ്കെയിൽ അല്ലെ 8th പേ കമ്മീഷൻ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും സാലറി ഇൻക്രീസ് ആവും. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ DA ഓൾറെഡി കൂട്ടി. പിന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നത്, അതുപോലെ തന്നെയാണ് അവരുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരുടെ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലും ഇൻഷുറൻസ് ആയാലും അതുപോലെ തന്നെ ബാക്കി അലവൻസ് ആയാലും നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അലവൻസ് തരുന്നുണ്ട്, ഫെസ്റ്റീവ് ബോണസസ് നൽകുന്നുണ്ട്, അത്യാവശ്യം ലീവ്, പിന്നെ നാഷണൽ ഹോളിഡേയ്സ് നമ്മൾ ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അലവൻസസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ NTPC ആയാലും ഗ്രൂപ്പ് D ആയാലും നമുക്ക് ഈ ഒരു പ്രൊവിഷൻസ് ഒക്കെ നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കേരള PSC കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. റെയിൽവേയുടെ എക്സാം ആയാലും SSCയുടെ ആയാലും ബാങ്കിൻ്റെ ആയാലും സെൻട്രൽ ലെവലിൽ വരുന്ന എക്സാംസ് എല്ലാം വർഷാവർഷം നടക്കുന്നുണ്ട്. റെയിൽവേയുടെ അടുത്ത കലണ്ടർ വന്നു കഴിഞ്ഞു, 2025 കലണ്ടർ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി വരെ നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ NTPC ഇനി അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്?
നമ്മുടെ ഗ്രൂപ്പ് ഡി. NTPC അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഏകദേശം മാർച്ച് ഏപ്രിൽ സമയത്തായിരിക്കും നമുക്ക് എക്സാം നടക്കുക. ഗ്രൂപ്പ് ഡി അതിന് ശേഷമായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഈ മന്ത് ലാസ്റ്റിലേക്ക് വരും. എല്ലാവരും അപേക്ഷിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ സാലറിയൊക്കെ ഇൻക്രീസ് ആവാൻ പോവുകയാണ്. ഓൾറെഡി DA കൂടിയിട്ടുണ്ട്, സാലറിയൊക്കെ ഇൻക്രീസ് ആവാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ലൈഫ് സ്കെയിലും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ജോലി നമ്മൾ പുച്ഛത്തോടെ ഒന്നും കാണരുത്. അത്യാവശ്യം നല്ല പോസ്റ്റിലേക്ക് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ജോലിയും നല്ലൊരു ലൈഫ് സ്കെയിലും നൽകുന്ന ജോലി തന്നെയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ലെവൽ 1 എന്ന് പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നെ പ്രൊമോഷൻ സാധ്യതയൊക്കെ കുറവാണ്. അത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കേട്ടോ. അത് ബാക്കി വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ഇത് ചെയ്യാനില്ല. ഒരു പ്രൊമോഷൻ ലെവലിലേക്ക് പോകത്തില്ല. ആ ഒരു പോസ്റ്റിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ നമുക്ക് അടുത്ത എക്സാം വരുമ്പോഴത്തേക്കും നമുക്ക് എഴുതാം. അടുത്ത ഇതിലേക്ക് കയറാം. ഇപ്പോൾ NTPC ഒക്കെ എഴുതി ഗ്രൂപ്പ് സിയിലേക്കോ അല്ല ലെവൽ 2ലേക്ക് 3ലേക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അത് ഒന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ആലോചിക്കുക. ഗ്രൂപ്പ് NTPCയും അതുപോലെ ഗ്രൂപ്പ് ഡിയും. അപ്പോൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. നമുക്കത് നല്ലോണം പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. അവസരങ്ങളൊന്നും നമ്മുടെ കൈവിട്ട് പോയിട്ടില്ല. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക കൃത്യമായിട്ടുള്ള അവസരങ്ങൾ. നമ്മൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇത് കേട്ടോ. പഠിക്കാനുള്ള സമയമുണ്ട്, സാവകാശമുണ്ട്. ഇനിയിപ്പം റീസണിങ് നമ്മുടെ NTPCക്ക് ആയാലും ഗ്രൂപ്പ് ഡിക്ക് ആയാലും പഠിക്കേണ്ടത് മാത്സും റീസണിങ്ങും GK മാത്രം മതി. വേറെ ഒന്നും പഠിക്കണ്ട, ലാംഗ്വേജസ് ഒന്നും പഠിക്കണ്ട കേട്ടോ. അതാണ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. റീസണിങ്ങും മാത്സും ഇപ്പോൾ ഗ്രൂപ്പ് ഡി ഒക്കെ ആണെങ്കിൽ ഒത്തിരി കട്ടിയായിട്ടുള്ള മാത്സ് ഒന്നും വരത്തില്ല. നമ്മൾ PSC ലെവലിലുള്ള, അതായത് നമ്മൾ LGS ലെവലിലൊക്കെ ഉള്ള മാത്സ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പാസഞ്ചർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ 30 തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാം. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ NTPCക്ക് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് NTPCയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ബാച്ച് 4 NTPCയുടെ 4ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 28 നവംബർ തൊട്ടാണ്. ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് അതിനകത്തേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ADA 247 വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആപ്പോ യൂസ് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം, ഒന്നുകിൽ ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിൽ സ്റ്റേറ്റ് എക്സാംസിൽ വരിക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അവിടെ കേരള റെയിൽവേ ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് അവൈലബിൾ ആണ്. 1999 രൂപ. അതായത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും 1952 രൂപ, 2352 രൂപയുടെ കോഴ്സ് ഏകദേശം 400 രൂപയോളം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. 1952 രൂപയ്ക്ക് ഒരു വർഷത്തേക്കാണ് വാലിഡിറ്റി എന്നുണ്ടോ. ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ NTPCയുടെ കോഴ്സ്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഓൾറെഡി ടെസ്റ്റ് സീരീസും ബുക്സും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും അതുപോലെ GKയുടെ ഒക്കെ ക്ലാസ്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ടെസ്റ്റ് സീരീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ ബുക്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കേരള റെയിൽവേയിലേക്ക് വരുമ്പോൾ NTPCയുടെ 4ാമത്തെ ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് 2245 രൂപയ്ക്ക് സ്വന്തമാക്കാം. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തത്. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ അപ്പോൾ NTPCയുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം വേണം, നമുക്ക് മൾട്ടിപ്പിൾ എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പഠിക്കണം, NTPC പഠിക്കണം, ഇനി വരുന്ന പോലീസ് ഫോഴ്സ്, അതായത് നമ്മുടെ അടുത്ത് PSCയുടെ നോട്ടിഫിക്കേഷൻ വരും, കേരള പോലീസ് അല്ലേ, വർഷാവർഷം വരുന്നതല്ലേ. അതുപോലെ BFO വരും, സിവിൽ എക്സൈസ് ഓഫീസർ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ഓരോന്നിനും ഓരോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അതിനെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുള്ള ബാച്ചസ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള മഹാപാക്കാണ് കേട്ടോ. ആ മെഗാ പാക്കിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം 3900 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3905 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസം വാലിഡിറ്റിയോടെ മെഗാ പാക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള PSCയുടെ ഏത് കോഴ്സസ് വേണോ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാം. ഏത് കോഴ്സിൽ വേണോ നമുക്ക് ആക്സസ് ചെയ്യാം. എന്തായാലും നമ്മൾ ഫോഴ്സ് ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് കാക്കി ബാച്ച് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ച് അവൈലബിൾ ആണ്. SIയുടെ ബാച്ച് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഡിഫറെൻറ്റ് ബാച്ചസിൽ ഇപ്പോൾ കേരള PSCയുടെ തന്നെ ഡിഫറെൻറ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ റെയിൽവേയാണ് എടുക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് ഡി അവൈലബിൾ ആണ്, NTPC അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ RPFൻ്റെ കോഴ്സ്, RPFൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. JEയുടെ ക്ലാസ് ഉണ്ട്, RPF കോൺസ്റ്റബിളിൻ്റെ ആണെങ്കിൽ കോൺസ്റ്റബിളിൻ്റെ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ എക്സാംസിന് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആ എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ വീഡിയോ ക്ലാസ്സസും അതുപോലെ എക്സാംസും ബുക്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് 3900 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഗാ പാക്ക് ആയിരിക്കും. അതല്ല ഗ്രൂപ്പ് ഡിയുടെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തന്നു, അതുപോലെ NTPCയുടെ കേട്ടോ. അപ്പോൾ എന്തായാലും 10th പ്രിലിംസ് അല്ല അവസാനം, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് അതിനെ വിനിയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ബാച്ചിൽ കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.